നമസ്കാരം. നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും ഇത് അറിയപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം 12 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം 144 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഉത്സവമാണ് മഹാകുംഭമേള. ഇത്തവണ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കോടിക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. കുംഭമേളയുടെ ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഓരോ ദിവസവും പുറത്തുവരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ സംഭവത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംസാരിച്ചു. ഈ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് നിരവധി വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടി വയനാട്ടിലെ ജനങ്ങൾ ജീവനു വേണ്ടി നെട്ടോട്ടമോടിയിട്ടും വയനാട് MP തിരിഞ്ഞു നോക്കിയില്ലെന്ന വിമർശനം വൻതോതിൽ ഉയർന്നതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒരുപാട് വിമർശനങ്ങൾക്കിടയിൽ ഇന്നലെയാണ് സോണിയാഗാന്ധി വയനാട്ടിലെത്തിയത്. ഈ സംഭവമാണ് ഇപ്പോൾ താരതമ്യം ചെയ്യപ്പെടുന്നത്. വോട്ടിനു വേണ്ടി മാത്രം എത്തുന്ന സോണിയാഗാന്ധിയും ഒരു അപകടമുണ്ടായപ്പോൾ അടിക്കടി വിളിച്ച് അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം വയനാടിന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കാൻ പോലും വയനാട് MP സോണിയാഗാന്ധി തയ്യാറായിരുന്നില്ല. എന്നാൽ ഇവിടെ ഉടൻ തന്നെ അടിയന്തര സഹായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മോദി യോഗിയോട് ആവശ്യപ്പെട്ടത്. കുംഭമേളയിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നിരന്തരം നിരീക്ഷിക്കുകയും സംസ്ഥാന സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ 3 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. കുംഭമേളയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി യോഗിജിയോട് സംസാരിച്ചു. സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്തു. അടിയന്തര സഹായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ഇന്ന് പുലർച്ചെ മഹാകുംഭത്തിൽ തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവത്തിന്റെയും ജനക്കൂട്ടത്തിന് നിരന്തരമായ വർധനവിനെയും കണക്കിലെടുത്ത് ഭരണകൂടം അഖാഡകളോട് അവരോട് ആചാരപരമായ കുളികൾ താൽക്കാലികമായി മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചു. അതേസമയം മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന ഭക്തരോട് ഭരണകൂടം പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. കൂടാതെ സംഘത്തിലെ എല്ലാ ഘട്ടുകളിലും കുളിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണെന്നും അദ്ദേഹം കുറിച്ചു. കൂടാതെ കിംവദന്തികൾക്ക് ചെവി കൊടുക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം സ്ഥിതി ഗുരുതരമല്ലെന്നും പരിക്കേറ്റവർക്ക് വൈദ്യചികിത്സ ലഭിക്കുന്നുണ്ടെന്നും സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാംക്ഷ റാണ പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് സംഭവം നടന്നതെന്ന് ആകാംക്ഷ റാണ പറഞ്ഞു. തിരക്കുണ്ടായ ഉടൻ തന്നെ ഭരണകൂടം വേഗത്തിൽ പ്രവർത്തിച്ചുവെന്നും പരിക്കേറ്റവർക്ക് സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.